Journey with Janex പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതെ RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിലവിൽ നിങ്ങൾക്ക് 3 ക്യാമ്പസ് കാണാനായിട്ട് സാധിക്കും. സോ ആ ക്യാമ്പസിലെ രണ്ടാമത്തെ ക്യാമ്പസ് നമ്പർ 2-ലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വാക്ക് ത്രൂ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ RRലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ, ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു കോളേജിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർക്ക് വേണ്ടി പെർട്ടിക്കുലർലി നിങ്ങൾക്കൊരു കംപ്ലീറ്റ് വാക്ക് ത്രൂ വീഡിയോയിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം. അതെ, ക്യാമ്പസ് നമ്പർ 2-ല് നിങ്ങൾക്ക് നിലവിൽ 3 ബ്ലോക്കുകൾ കാണാനായിട്ട് സാധിക്കും. ഞാൻ നിൽക്കുന്ന ഈ ബ്ലോക്ക്, അതായത് അഡ്ജസൻ്റ് ആയിട്ടൊരു ബ്ലോക്ക് ആണ്. ഇത് വന്നിട്ട് BArchന്റെ അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ ബ്ലോക്കാണ്. എനിക്ക് ബാക്ക് സൈഡിലായിട്ട് വേറൊരു ബ്ലോക്ക് കാണാം. നിങ്ങൾക്ക് വലിയൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൽ നിരവധി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇനി ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു ബ്ലോക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും അതേപോലെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെയും കോഴ്സസ് നടക്കുന്ന ബ്ലോക്കാണ്. ഇതേ ബ്ലോക്കിൽ തന്നെയാണ് ഇവരുടെ അഡ്മിഷൻ ഓഫീസും അതേപോലെ മേളിൽ ഡിഗ്രി ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. സോ ഇനി കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിലേക്ക് വരാം. അതെ, എഞ്ചിനീയറിംഗ് കോഴ്സസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇത് VTU യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. സോ വൺ ഓഫ് ദ ഫസ്റ്റ് ഓട്ടോണോമസ് ക്യാമ്പസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഓട്ടോണോമസ് ക്യാമ്പസ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 10 ഇയേഴ്സും അതുപോലെ കുറേ ക്രൈറ്റീരിയാസ് കഴിഞ്ഞിട്ടാണ് അതൊരു ഓട്ടോണോമസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ഓട്ടോണോമസ് ക്യാമ്പസ് ആണ്. സോ ഇവിടുത്തെ പഠനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാംസ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് RR ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയിരിക്കും നടത്തുന്നത്. അതിനുശേഷം എന്നാൽ ലാസ്റ്റ് കിട്ടുന്നത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റിനകത്ത് VTU യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി എവിടെ എന്താണ് ലാബുകൾ, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ് റൂംസും മറ്റും നമുക്ക് നേരെ പോയി കാണാം. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിലാണ് നിങ്ങൾക്ക് വരുന്നത് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, EEE, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ സയൻസ് എഞ്ചിനീയറിംഗ്. സോ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്ന ബ്ലോക്കാണിത്. ഇനി ഇത് കൂടാണ്ട് ഇവിടെ കുറച്ച് 2-3 കോഴ്സസ് പുതിയതുണ്ട്. IoT ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അതായത് ഒരു മിക്സ്ചർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സിനകത്തു നിന്നുള്ള കുറച്ച് സബ്ജക്ട്സും കൂടെ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു കോഴ്സും കൂടെ വരുന്നുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സസ് ഒക്കെ വരുന്നത് ഈ ഒരു ബ്ലോക്കിലാണ്. സോ ഈ ബ്ലോക്കിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇവരുടെ ലാബ് ഫെസിലിറ്റിയും ക്ലാസ് റൂംസും ഒക്കെ നമുക്ക് കാണാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ബ്ലോക്കിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു വരാന്ത സ്പേസ് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്ലീൻ ആയിട്ടുള്ള സീറ്റിങ്ങോട് കൂടിയ ഒരു പ്രോപ്പർ വരാന്ത ഫെസിലിറ്റി അവർ സെർവ് ചെയ്യുന്നു. സോ ഇതെടുത്ത് പറയണമെന്ന് തോന്നി വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിനി ഇവരുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ IoT മറ്റ് കോഴ്സുകളുടെ ലാബുകൾ നമുക്കൊന്ന് കാണാം. സോ എന്തുമാത്രം ലാബ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അതെന്താണ്, നമുക്ക് RR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന 2 സ്റ്റുഡൻസിനെ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. സോ ഇവരോട് എനിക്ക് 1-2 ചോദ്യങ്ങളുണ്ട്. എന്താ പേരെന്താ? നാട്ടിലെവിടെയാ? പാലക്കാട്. ഓക്കെ. Shilpi from Bihar. From Bihar. Okay. So 2 parts of country, right? Yeah. One from Kerala and one from Bihar. So you guys are both friends? Yes. Okay. Perfect. So ഏത് ഇയർ ആണ് ഇപ്പം? ഏത് കോഴ്സ് ഏത് ഇയർ ആണ് ഇവിടെ പഠിക്കുന്നത്? MBA second year. So final year. ഇനി എത്ര ദിവസം കൊണ്ട്? കുറച്ച് മാസങ്ങളും കൂടെ ഉള്ളല്ലേ കോഴ്സസ്? ഓക്കെ, ശരി. ലാസ്റ്റ് 2 years ആയിട്ട് ബാംഗ്ലൂരിൽ വന്നു, പാലക്കാട്ടിൽ നിന്ന് മൂവ് ചെയ്ത് വന്നു അല്ലേ? സോ എങ്ങനെയുണ്ടായിരുന്നു ബാംഗ്ലൂർ ലൈഫ്? ഞാൻ ആക്ച്വലി കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത് ബാംഗ്ലൂർ സെറ്റിൽഡ് ഫാമിലിയാണ്. ഓക്കെ, ബാംഗ്ലൂർ സെറ്റിൽഡ് ഫാമിലിയാണ്. ഓക്കെ, അതിന് കല്യാണം കഴിഞ്ഞ ശേഷം പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചു. പഠിത്തവും ഫാമിലി ലൈഫും എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നു. ഓക്കെ, ഗുഡ് ഡിസിഷൻ. സോ ബാംഗ്ലൂരിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ട് മൂവ് ചെയ്ത് വന്നതാണ്. അതെ. ഓക്കെ, പെർഫെക്റ്റ്. സോ ഹൗ ഈസ് യുവർ ലൈഫ് ഇൻ ബാംഗ്ലൂർ? Last 2 years you are in, I'm right? enjoying Bangalore's life and all. Okay. So it's
Outside is good from Bihar and all. Okay. Staying with friends, hanging out. I chilling. think you got a good friends from different parts of country, right? Yeah. Okay, perfect. So one more question like I have to ask you, like how did you get to know about this college? From my friends, they are staying here only, so I got to know. Okay, so their effort. Okay, thank you. Okay, study well. Yeah, thank you. Thank you. നമ്മളിപ്പം ഇതേ സെയിം ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻട്രൽ പാർട്ടിലായിട്ട് ഇവിടുത്തെ എഞ്ചിനീയറിംഗിൻ്റെ ലൈബ്രറി കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആർക്കിടെക്ചർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മുടെ നാടൻ രീതിയിലുള്ള, അതായത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല കോളേജുകളുടെയും സിമിലർ രീതിയിൽ കാണുന്ന തരത്തിൽ നാടൻ വളരെ ആ ഒരു സെയിം ലെവലിലുള്ള ലൈബ്രറിയാണ് കാണാനായിട്ട് പറ്റുന്നത്. 23,000+ ടെക്സ്റ്റ് ബുക്സ് കാണാനായിട്ട് പറ്റും ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ട്. ഞാനൊരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ്, അതേപോലെ എൻജിനീയറിംഗ് പഠിച്ചൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഞാനും വായിച്ചിട്ടുള്ള പല സബ്ജക്ട്സ് അല്ലെങ്കിൽ പല പുസ്തകങ്ങളും കാണാനായിട്ട് ഇടയായി. സോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ എൻട്രൻസിൽ തന്നെ VTUവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഇവർ കംപ്ലീറ്റ്ലി സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമലി പല സ്ഥലങ്ങളിലും ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊരു അവസാന സ്ഥലത്താണ് ഇത് വെക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവരിവിടെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ അത് വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ, ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറിയും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പം വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഡിഗ്രി കോഴ്സസിൻ്റെയും ബ്ലോക്ക് ഉണ്ടല്ലോ ആദ്യം കാണിച്ച്, ആ ബ്ലോക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിരവധി ലാബുകളാണ്. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ലാബ്സും അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ലാബ്സ്, ഫ്ലൂയിഡ് ലാബ്സ് ഉണ്ട്. പല ലാബുകളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. വളരെ ചില ലാബുകൾ കണ്ടു, ഈ ഒരു ലാബ് നിങ്ങളെ കാണിക്കാനാവുമെന്ന് ചിന്തിച്ചു. സോ ഇതിപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്നത് എൻവയോൺമെൻറ്റൽ ലാബിലാണ് നിൽക്കുന്നത്. സോ സിവിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനൊക്കെ അവരുടെ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്ന, ബേസിക്കായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുന്ന ഒരു ലാബാണിത്. സോ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഒരു അറൗണ്ട് 10 ഡിഫറെൻറ്റ് സ്ട്രീംസിൽ എഞ്ചിനീയറിംഗ് കോഴ്സസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. സോ 10 ഡിഫറെൻറ്റ് സ്ട്രീംസിലും ഈ എല്ലാ ഡിഫറെൻറ്റ് സ്ട്രീംസും VTU യൂണിവേഴ്സിറ്റിയുടെ അതേ സിലബസിൽ തന്നെ VTU യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോട് കൂടെ ഓട്ടോണമസ് ആയിട്ടാണ് ഈ ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. സോ ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കുന്നതിൽ ഇവർക്ക് ഈ ഒരു ഏരിയയിൽ, ബാംഗ്ലൂർ ഏരിയയിൽ ഓട്ടോണമസ് ക്യാമ്പസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വൺ ഓഫ് ദ ക്യാമ്പസ് ആണ് ഈ RRൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സോ ഇവിടുത്തെ അതുപോലെ തന്നെ NBA അക്രഡിറ്റഡ് ആണ്, അതുപോലെ NAC അക്രഡിറ്റേഷൻ, 2 അക്രഡിറ്റേഷനും കൂടെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. സോ എന്താണ് ഓട്ടോണമസ് ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സാംസ്, നിങ്ങളുടെ കരിക്കുലം, എക്സാംസ്, അതേപോലെ തന്നെ അതിൻ്റെ ആൻസർ റിവ്യൂയിങ്, സോ മാർക്ക് ലിസ്റ്റ് ഒബ്റ്റൈൻ ചെയ്യുന്നതും മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും ഇതുപോലത്തെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് RR ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഫാക്കൽറ്റി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇത് VTU യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഫൈനൽ 4 വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം VTU യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ചെയ്തതായിട്ടുള്ള എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും, എന്നാൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള എക്സാംസും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നത് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും. സോ ബെറ്റർ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലാസ്സുകൾ, അതേപോലെ ആ ക്ലാസ്സുകൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിനും വരുന്നത്. സോ കുറച്ചും കൂടി നിങ്ങൾക്ക് അരിയേഴ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് പാസ് ഔട്ട് ആവാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണ് ഓട്ടോണമസ് ക്യാമ്പസുകളുടെ. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പസിനെ കുറിച്ചുള്ള വിശേഷം. നമുക്ക് നേഴ്സിംഗ് പഠിക്കുന്നുണ്ട് കുറച്ച് കുട്ടികളും കൂടെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര് എങ്ങനെയാ? നന്ദന. നാട്ടിലെവിടെയാണ്? കോട്ടയം. കോട്ടയത്ത്. പേര്? നാട്ടില്? ആലപ്പുഴ. ഐശ്വര്യ. കോട്ടയം. സോ കോട്ടയം, ആലപ്പുഴ അപ്പുറം ഇപ്പുറം കിടക്കുന്ന സ്ഥലം അല്ലേ? ഓക്കെ. എങ്ങനെയാ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സ്, നിങ്ങൾ തിക് ഫ്രണ്ട്സ് ആണോ അതോ? ഓക്കെ. ഇപ്പോൾ ഏത് ഇയറാ? തേർഡ് ഇയേഴ്സ് ആണ്. സോ ലാസ്റ്റ് 3 years ആയിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് RR കോളേജിലേക്ക് വന്നു അല്ലേ? ശരി. കോളേജിനെ കുറിച്ച് എങ്ങനെയുണ്ട്? ഒരു ചെറിയൊരു ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പറയാൻ പറഞ്ഞ എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഓക്കെ കോളേജ് എന്ന് വെച്ചാൽ കുറച്ച് ആവശ്യത്തിന് സ്ട്രിക്റ്റും ആണ്, പക്ഷെ എൻജോയ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പം എന്തോ പരിപാടി വരുന്നുണ്ടല്ലേ? എന്താ? കലാതരംഗ. ഓക്കെ. അത് എന്താണ്? അത് ഒന്ന് പറയാമോ? അത് എങ്ങനെയാണ്? 1 month നീണ്ട ഒരു പ്രോഗ്രാം. അതിൽ കൾച്ചറൽ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, പിന്നെ എല്ലാം നമ്മുടെ കുറെ ഇപ്പൊ കുക്കിംഗ് സ്കിൽസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുക്കിംഗ് വിത്തൗട്ട് ഫയർ, അങ്ങനെ കുറെ നമ്മുടെ സ്കിൽസ് ഇങ്ങനെ പുറത്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. സോ 1 month നീളുന്ന ഇതാണ്. അതിൽ വലിയ പരിപാടികളായിട്ട് ഒരു ദിവസങ്ങൾ കാണുമോ അതോ? വലിയ പരിപാടിയായിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസം ചെറിയ പരിപാടി ക്ലാസ് ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ പ്രോഗ്രാമായിട്ട് നടക്കും അല്ലേ? ഓക്കെ. ഞാനിങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇത് കണ്ടു, ഇതിന്റെ
എന്താണ് ഡിസൈൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻസ് ചെയ്തിരിക്കുന്നത് കണ്ടു നിങ്ങളുടെ ബ്ലോക്കിൽ നേഴ്സിംഗിൻ്റെ ബ്ലോക്കിലൊക്കെ ചെയ്തിരിക്കുന്നതുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. സോ ഇതിപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് 3 years ആയിട്ടുണ്ടോ ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, അടിപൊളി. ഇനി ബാംഗ്ലൂരിലേക്ക് നിങ്ങൾ 3 വർഷമായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ബാംഗ്ലൂർ പോയ സ്ഥലമായിക്കോട്ടെ, ഇനി അതല്ല ഇനി ഹോസ്റ്റൽ റൂം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടല്ലോ ബാംഗ്ലൂർ എന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കുവാണെങ്കിൽ പെട്ടെന്ന് ഓർക്കുന്ന ഒരു സാധനം? ഹോസ്റ്റൽ റൂം. ഓക്കെ, കബൺ പാർക്ക്. ഓക്കെ, ഹോസ്റ്റൽ റൂം അല്ലേ? സോ കബൺ പാർക്കിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് ഔട്ടിംഗ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? നേഴ്സിംഗിന് റെസിഡൻഷ്യൽ അല്ലേ? കംപ്ലീറ്റ് റെസിഡൻഷ്യൽ മസ്റ്റ് അല്ലേ? അകത്ത് തന്നെ താമസിക്കണമെന്നല്ലേ ഹോസ്റ്റലിൽ? ഓക്കെ. സൺഡേ നിങ്ങൾക്ക് ഔട്ടിങ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ടൈമിംഗ് ഒക്കെ ഉണ്ടോ അതിന്? 9 to 5 വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് വരിക. 3rd year ആണ്, ഇനി 1 വർഷം കൂടെ ഉണ്ട്. സോ 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് എന്താ പരിപാടി, എന്താ പ്ലാൻ? വെളിയിലേക്ക് പോകാനാണോ? എല്ലാവരും അബ്രോഡിലേക്ക് പോകാനാണ്. സോ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ലാസ്റ്റ് 3 years അല്ലെങ്കിൽ ഇനി വരുന്ന 1 വർഷം കൂടെ ഒക്കെയുള്ള ചലഞ്ചസും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് റെഡി ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി അവിടെ തണുപ്പ് കൂടിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നല്ല നേഴ്സുമാരായിട്ട് നന്നായിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ നമ്മൾ എഞ്ചിനീയറിംഗ് ബ്ലോക്ക് കണ്ട് കഴിഞ്ഞിട്ട് കണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിരുന്നു നമ്മൾ ഈ കണ്ട ഈ ബ്ലോക്കായിരുന്നു സിവിൽ മെക്കാനിക്കൽ ഞാൻ പറഞ്ഞ ഒരു ബ്ലോക്ക്, അഡ്മിഷൻ ഓഫീസും ഒക്കെ വരുന്ന ബ്ലോക്ക്. സോ ആ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഓപ്പൺ ആംഫി തിയേറ്റർ കാണാനായിട്ട് പറ്റും. ഒരു നല്ലൊരു സ്റ്റേജ് ഫെസിലിറ്റിയോടുകൂടി ഒരു ആംഫി തിയേറ്റർ. നമ്മളിപ്പോൾ RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാമ്പസ് 3 എന്ന് വിളിക്കുന്ന, അതായത് നേഴ്സിംഗിൻ്റെ ക്യാമ്പസിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ബിൽഡിങ്ങിൽ ഒരു 4 stories ബിൽഡിങ്ങിൽ ഇതിലാണ് നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സസ് എല്ലാം വരുന്നത്. BSc നേഴ്സിംഗ് ആയിക്കോട്ടെ, GNM ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാ ക്ലാസ്സസ് ഇവിടെ നടക്കുന്നു. ലാബുകൾ ഇതിനകത്തുണ്ട്. സോ സ്റ്റുഡൻസും നമുക്ക് ഏകദേശം നല്ല രീതിയിൽ നല്ല ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് മലയാളി സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. സോ ഇവരെല്ലാം ഇതിനകത്താണ്. ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു ഫൗണ്ടേഷൻ ലാബിലൊക്കെ ഒന്ന് പോയി അതൊന്ന് കാണാം. ഓക്കെ, സോ ഞാൻ എല്ലാ ലാബുകളും കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ ആ ലാബ് നിങ്ങളെ കാണിക്കാം. സോ ഇതാണ് ഇവരുടെ ഈ നേഴ്സിംഗിൻ്റെ ബ്ലോക്ക്. പിന്നെ നേഴ്സിംഗിൻ്റെ ഇവിടുത്തെ അഡ്മിഷനും ഫെസിലിറ്റീസും ഒക്കെ വരുന്നത് KSET എക്സാമിനേഷൻ എഴുതി ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ചാനലിലൂടെ തന്നെയാണ്. സോ എനിവേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് തന്നെ RR കോളേജിൻ്റെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് സ്റ്റുഡൻസിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നേഴ്സിംഗിൽ ഏകദേശം ഒരു 80 to 90% മലയാളി സ്റ്റുഡൻസ് തന്നെയാണ്. സോ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ നമുക്ക് കാണാനായിട്ട് വരിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് സംസാരിക്കണം. സോ ആദ്യം തന്നെ നമ്മളെ പേര് സഞ്ജന. എവിടെയാ നാട്ടില്? അടൂര്. ഓക്കെ, നാട്ടില് കോട്ടയം. മാവേലിക്കര. സോ ഓക്കെ, അപ്പം ഒരു സൗത്ത് കേരള സൈഡാണ് ഇവർ 3 പേരും. ഓക്കെ, നിങ്ങൾ ഏത് ഇയർ ആണ്? 3 പേരും ഒരേ ക്ലാസ്സാ? ഓക്കെ, അടിപൊളി. അപ്പം നിങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും അല്ലേ? ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഒക്കെ 3 വർഷം ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് ഇനി 1 വർഷം കൂടെ ഉള്ളു ബാക്കി. ഓക്കെ. സോ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ താല്പര്യം? വെളിയിലേക്ക് പോകാനായിട്ടാണോ? ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ? വെളിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ്. ഓക്കെ, ശരി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ 3 വർഷം മുന്നേ ഈ ക്യാമ്പസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്യാമ്പസിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് ശരിക്കും? ഞാൻ എൻ്റെ ഫ്രണ്ടിലൂടെയാണ് അറിഞ്ഞത്. സോ നമ്മള് പുറത്തുനിന്ന് വേറൊരു സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. സോ നമുക്കൊന്നും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഫ്രണ്ട് പറഞ്ഞൊരു ഇതിൽ വെച്ച് നമ്മൾ അറിഞ്ഞു വന്നിട്ടുള്ളൂ. ബട്ട് ഞങ്ങളുടെ നഴ്സിംഗ് ബ്ലോക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാണ് കാണുന്നത്. ആക്ച്വലി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഐ തിങ്ക് കാണാം അല്ലെ, അവിടെയാണ് ഞങ്ങൾ കൂടുതലും കണ്ടത്. 3 ക്യാമ്പസ് ആയിട്ടുള്ളതിലായിട്ട് വരുന്നത്. ഓക്കെ, ശരി. എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയാണ് ഞാൻ അത് അറിഞ്ഞത്. 10th കഴിഞ്ഞ അല്ല +2 കഴിഞ്ഞിരുന്ന സമയത്ത് ജസ്റ്റ് കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്ത് വീട്ടിലൊക്കെ സംസാരിച്ച് അങ്ങനെ അറിഞ്ഞു. എൻ്റെ 10th എൻ്റെ സീനിയറായിട്ട് പഠിച്ചൊരു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചി വഴി ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ. ഓക്കെ, ചേച്ചി നേഴ്സായിരുന്നു. എവിടെയാണ് ചേച്ചി ഇപ്പം? ഇല്ല, ഇവിടെ തന്നെ പഠിക്കും. അല്ല, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തൊട്ട് സീനിയർ ആയിരുന്നു അല്ലേ? ഓക്കെ, അടിപൊളി. സോ നിങ്ങൾക്ക് ഫ്രണ്ട്സ്, സീനിയേഴ്സ് അങ്ങനെയുള്ള രീതിയിൽ തന്നെയൊക്കെയാണ് അറിഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് 3 വർഷം മുന്നേ വന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം വരുമ്പോൾ ഉള്ള ഒരു ഇതുണ്ട് അല്ലേ, വേറൊരു സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഫീല് എങ്ങനെ ഉണ്ടായിരുന്നു? ബാംഗ്ലൂർ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? 3 years? ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന സംഭവമായിരുന്നു ശരിക്കും. നമ്മള് ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ വന്നതെങ്കിലും അത്രയ്ക്കൊന്നും ഓവർ എക്സ്പെക്ടേഷൻ ആണോ എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇറ്റ് ഇസ് ഗുഡ്. ലൈക്ക് ഒരു ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ ആണ്. പിന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മൈൻഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരും. നമ്മുടെ ലൈഫിൽ തന്നെ ഓരോരോ ചാപ്റ്റേഴ്സ് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ടൈപ്പ്. അങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ടുള്ള. ഓക്കെ, അപ്പോൾ ലൈഫ് പഠിച്ചു, ഹോം സിക്നെസ് ഒക്കെ മാറിയില്ലേ? അപ്പൊ ഇനി കാനഡയിൽ പോകാനായിട്ട് എന്തായാലും സുഖമായിരിക്കും. അതെ. ഓക്കെ,
എങ്ങനെയുണ്ട്? എനിക്കും അതുപോലെ തന്നെ ആയിരുന്നു. മീൻസ് ഞാൻ ഒറ്റ മോളാണ്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറിയൊക്കെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഫ്രണ്ട് ലാസ്റ്റ് ആയപ്പോൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പം അതിൻ്റെ ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നു ഫസ്റ്റ് ഞാൻ സഞ്ജുനാണ് കണ്ടത്. അങ്ങനെ മീറ്റ് ചെയ്ത് ഇപ്പോഴും ഞങ്ങൾ ഹോസ്റ്റൽ റൂമിൽ ഒരുമിച്ച് തന്നെ, ഞങ്ങൾ 3 പേര് റൂംമേറ്റ്സ് ആണ്. അങ്ങനെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും, പിന്നെ ഇൻഡിപെൻഡൻസ് ആവാൻ പഠിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റി. അങ്ങനെ ഉള്ള എല്ലാ അഹങ്കാരങ്ങളും മാറിക്കിട്ടി ഇവിടെ വന്നപ്പോൾ. പട്ടിണി എടുക്കാൻ പഠിച്ചു, ജീവിക്കാൻ പഠിച്ചു നല്ല രീതിയിൽ. നമ്മൾ ആക്ച്വലി ഇപ്പം ഫുഡിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ഫുഡിന്റെ സ്റ്റൈൽ, അതായത് കർണാടക കന്നഡ ഫുഡ് എന്ന് പറയുന്നത് കുറച്ച് എൻ്റെ ഉള്ളിൽ വ്യത്യാസമുണ്ട്. സോ പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ള ഫ്രണ്ട്സ് കാണും അല്ലേ? നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളവർ കാണും. കന്നഡയിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടോ? കന്നഡയിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കാനായിട്ടുള്ള അവസരം കിട്ടുക, സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ബെറ്ററേ ആവത്തുള്ളൂ. ഇപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഓർക്കുക, കേരളത്തിൽ തന്നെ വീട്ടിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇതേ ഇപ്പം കടന്നു പോയ എല്ലാ ചലഞ്ചസും പിന്നീട് ഇനി ഒരിക്കലും നിങ്ങൾ ഫേസ് ചെയ്യണമായിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾ ഏബിളായിട്ട് നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് പോട്ടെ. ഇനി ഒരു ഒറ്റ കാര്യം കൂടെ, ഏറ്റവും ബെസ്റ്റ് ഫേവറേറ്റ് എന്താ ഇഷ്ടം ബാംഗ്ലൂരിൽ? ലുലു മോള്, രാജാജി നഗർ. ഓക്കെ. ലുലു മോള്. സെയിം അത് തന്നെ, അവിടെയാണ് നിങ്ങൾ കൂടുതൽ പോകുന്നത്. ഓക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി 1 വർഷം കൂടെ ഉണ്ട്. നല്ല നേഴ്സുമാരായിട്ട്, നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ മാത്രമാക്കാണ്ട് ഒരു സർവീസ് അല്ലേ? അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? ഓക്കെ. ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് നന്നായിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കണ്ട് മറ്റ് 2 സ്റ്റുഡൻസിനെയും കൂടെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻസാ? ഓക്കെ. എന്താ പേര്? മീനാക്ഷി. നാട്ടിലെവിടെയാ? ആലുവയിൽ. പേര്? എൻ്റെ പേര് ആതിര, പത്തനംതിട്ടയിൽ. സോ ഏത് ഇയർ ആണ് നിങ്ങൾ? ഞാനിപ്പോൾ തേർഡ് ഇയർ. ഞാൻ ഫോർത്ത് ഇയർ. അപ്പോൾ സീനിയേഴ്സാ അല്ലേ? എങ്ങനെയാ നിങ്ങൾ ചേച്ചി എന്നുള്ള ഇതാണോ അതോ ഫ്രണ്ട്സ് ആണോ? എന്താണ് നിങ്ങളുടെ? രണ്ട് രീതിയിലുമാണ്. ഓക്കെ, ശരി. എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ബാംഗ്ലൂരിൽ വന്ന് പഠിക്കുന്നു അല്ലേ? ആലുവയിൽ നിന്ന്. ഓക്കെ. സോ ഇവിടെ വന്ന് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം? പുതിയൊരു സ്ഥലമാണ്. ഓക്കെ. എല്ലാം നല്ലൊരു പുതിയ സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നു അങ്ങനെ. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണോ ഒരു കാര്യം? ഇപ്പോൾ കോളേജിനകത്താണെങ്കിൽ കോളേജിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ വണ്ടി ആംഫി തിയേറ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു കഫേ ഉണ്ട് അവിടെ. അതെവിടെയാ കഫേ? ക്യാമ്പസ് 1-ന്റെ അകത്ത്. ക്യാമ്പസ് 1-ന്റെ അകത്തല്ലേ? ഓക്കെ, അടിപൊളി. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തുവാ? ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ക്യാമ്പസിനകത്തോ? ക്യാമ്പസിനകത്ത് അങ്ങനെ ഇഷ്ടപ്പെടാൻ മാത്രമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ബട്ട് ഔട്ട്സൈഡ് കഫേ, ഗ്രൗണ്ട്, ദേവിയുടെ ഒരു വിഗ്രഹമുണ്ട് ഔട്ട്സൈഡ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആംബിയൻസ് ആയിരുന്നു. ഓക്കെ, ഭയങ്കര സമാധാനമാണോ? പീസാണോ? പീസ്ഫുൾ ആംബിയൻസ്. ഔട്ട്സൈഡ് പോകുമ്പോൾ രാത്രിയിലൊക്കെ വോക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഗ്രൗണ്ടിലൊക്കെ കൂടെ വോക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഓക്കെ, അടിപൊളി. എങ്ങനെയുണ്ട് ബാംഗ്ലൂർ വെതർ? എങ്ങനെയുണ്ട്? 3-4 വർഷമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? സമ്മറിൽ ചൂടുണ്ട്, വിന്റർ ആണെങ്കിൽ നല്ല തണുപ്പാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തണുപ്പുണ്ട്, ഇച്ചിരി കൂളാണല്ലേ? ഓക്കെ. ഇവിടെ തണുപ്പ് കൂടുതലാണ് നാട്ടിലേക്കാളും. അതേപോലെ തന്നെ ചൂടാകുമ്പോഴും ഭയങ്കരമായിട്ട് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, ശരി. അപ്പം ഇനി നിങ്ങൾ അക്കാഡമിക്സ് വെച്ചിട്ട് നോക്കുമ്പം, അതല്ലെങ്കിൽ അക്കാഡമിക്സിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? അക്കാഡമിക്സ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ക്ലാസ് ആണോ, അതോ പോസ്റ്റിംഗ് ആണോ, അതോ ഇനി വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണോ? പോസ്റ്റിംഗ് നല്ല രസമാണ്. പോസ്റ്റിംഗ് എവിടെയാണ് പോസ്റ്റിംഗ് ലാസ്റ്റ് പോയിട്ടുള്ളത്? ലാസ്റ്റ് പോയത് റെയിൽവേ ഹോസ്പിറ്റലിലായിരുന്നു. അതിന് മുന്നേ ഞങ്ങൾ പോയത് കെയർ മാർക്കറ്റിലുള്ള വിക്ടോറിയ ഹോസ്പിറ്റലിലായിരുന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് നമുക്ക് ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാരായിരിക്കും കൂടുതലും വരുന്നത് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയുണ്ട്? അവരുമായിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ കിട്ടുന്നുണ്ടോ? പഠിക്കാൻ പറ്റിയോ? കുറച്ച് പഠിക്കാൻ പറ്റി. ഓക്കെ, ഡിഫറെൻറ്റ് ലാംഗ്വേജ് പഠിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്താണ് ഇഷ്ടം? ഏത് കാര്യം എടുത്തു പറയുന്നു? ഒരു പെട്ടെന്നൊരു കോളേജിലെ ഇന്ന കാര്യം എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം? കലാതരംഗ. 1 month, 1.5 month. 1.5 മാസത്തേക്കുണ്ടോ? 1.5 സ്പോർട്സ് കൾച്ചറൽസ്, 2 months, 2.5 months ഇങ്ങനെ പോകും. ഫസ്റ്റ് സ്പോർട്സ്, അത് കഴിഞ്ഞ് കൾച്ചറൽസ്, ലാസ്റ്റ് DJ നൈറ്റോടാ തീരുന്നത്. ആ 2 months. അത് ഏത് സമയമാണ്? ഏത് ടൈം? This time എന്ന് വെച്ചാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മേബി ഫ്രം ഏപ്രിൽ ടിൽ ഏപ്രിൽ ഇറ്റ് വിൽ ഗോ. ഓക്കെ, ആ ഒരു ക്യാമ്പസ് എൻഡ് ചെയ്യുന്ന ആ ഒരു സമയം. അപ്പൊ ഫൈനൽ ഇയേഴ്സിനെ സംബന്ധിച്ച് ഇതുകൊണ്ടുകൂടാണല്ലേ കലാശക്കൊട്ട തീരുന്നത്. പിന്നെ ഓണപരിപാടിയും വരുന്നുണ്ട്. അത് രണ്ടുമാണ് അങ്ങനെയാണ് കലാശക്കൊട്ടല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ എനിവേ എന്താണെങ്കിലും ഇനി ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാൻ പോവാണ്, ജോലിക്കൊക്കെ പോകാനായിട്ട് പോവാണ്. നന്നായിട്ട് വരട്ടെ. ഓക്കെ, 1 വർഷം കൂടി ഉണ്ട് ഇവിടെ ഇനിയും അല്ലേ? ഓക്കെ, അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല നേഴ്സുമാരായിട്ട് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നവരായിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നമ്മൾ എന്താണെങ്കിലും ക്യാമ്പസ് 2 എന്ന് ഇവർ വിളിക്കുന്ന ക്യാമ്പസിലേക്കാണ് ഞാൻ അവസാനമായിട്ട് പോകുന്നത്.
അത് തൊട്ടിപ്പുറത്താണ്. അതായത് ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു 50 മീറ്റേഴ്സ് കുറച്ചും കൂടെ ഈ റോഡിലേക്ക് പോകുമ്പോഴാണ് ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടാണ് ഇവരുടെ ക്യാമ്പസ് വരുന്നത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് എന്താണെങ്കിലും പോകാം. നമ്മൾ അവസാനമായിട്ട് വന്നിരിക്കുന്നത് ഇവർ പറയുന്ന ക്യാമ്പസ് 1 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ ലാസ്റ്റ് എന്തുകൊണ്ട് ഞാൻ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഞ്ചിനീയറിംഗ് ബ്ലോക്കിലെ കാര്യങ്ങൾ കാണുക, അതേപോലെ നഴ്സിംഗ് കാണുക എന്ന് തന്നെ ആയിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. കാര്യം ഇവിടെയുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയാം. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വലിയ ഒരു ബ്ലോക്കിലാണ് ഫാർമസിയുടെ കോഴ്സസ് വരുന്നത്. സോ ഫാർമസിയുടെ കോഴ്സസ് B.Pharm വരുന്നുണ്ട്, PharmD വരുന്നുണ്ട്, അതുപോലെ ലൈക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫാർമസിയിൽ ഡിഫറെൻറ്റ് കോഴ്സസ് വരുന്നുണ്ട്. സോ വളരെ നന്നായിട്ട് പോകുന്ന ഒരു ഫാർമസിയുടെ ഒരു കോഴ്സസ് വരുന്ന ഒരു ക്യാമ്പസാണ് ഈ ഒരു RRൻ്റെ ക്യാമ്പസ്. സോ ഈ ക്യാമ്പസിൽ വേറെ മറ്റു കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ അലൈഡ് ഹെൽത്തിൻ്റെ ചില കുറച്ച് കോഴ്സസ് ഉണ്ട്. സോ ഈ കോഴ്സസിൻ്റെ ഓവറോൾ ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റു കോഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അലൈഡ് ഹെൽത്ത് സയൻസസിൻ്റെ ഡിഫറെൻറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. പോളിടെക്നിക്കിൻ്റെ ഒരു ചെറിയൊരു കോളേജ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെ. ഇനി പക്ഷെ നമ്മുടെ ഫസ്റ്റ് ക്യാമ്പസിൽ നിങ്ങളെ കാണിച്ചിരുന്നു ഒരു BCAയുടെ ലാബും അതേപോലെ തന്നെ BCAയുടെയും ഡിഗ്രിയുടെ ലൈബ്രറിയൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അവിടെ പറഞ്ഞില്ല. ഞാൻ ഇനി അതിനെക്കുറിച്ച് പറയാം. ഇവിടെ ആക്ച്വലി ഡിഗ്രി കോഴ്സസ് വരുന്നത് BCA, BBA, B.Com കോഴ്സസ് വരുന്നുണ്ട്. അതിൽ തന്നെ BCAയുടെ ഡിഫറെൻറ്റ് ആഡ് ഓൺ കോഴ്സസ് ഉൾപ്പെട്ട ഒരു കോഴ്സസ് വരുന്നുണ്ട്. BBAയിലാണെങ്കിൽ ഏവിയേഷന് വേണ്ടി സെപ്പറേറ്റ് വരുന്നുണ്ട്. സോ ആ ഡീറ്റെയിൽസുകൾ, അതായത് ഇതെല്ലാം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോഴ്സസ് ആണ് ഡിഗ്രി കോഴ്സസ് വരുന്നത്. ഈ ഡിഗ്രി കോഴ്സസിലേക്ക് മലയാളി സ്റ്റുഡൻസ് വരുന്നുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് ഇവിടെ ചൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് നേഴ്സിംഗ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി, പിന്നീട് എഞ്ചിനീയറിംഗ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവർക്ക് വേറൊരു കോഴ്സുണ്ട്, ഫോറൻസിക് സയൻസ്. അതിൽ BSc ഫോറൻസിക് സയൻസിൻ്റെ ആദ്യത്തെ കോളേജ് ഈ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയായിരുന്നു. ഇതിന് ശേഷമാണ് ഇവിടെ പല ക്യാമ്പസുകളിലും BSc ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു കരിക്കുലം വരുന്നത്, ഒരു സ്ട്രീം പഠനത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിലവിൽ MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നതും RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ നിലവിൽ ഇവിടെ കർണാടകയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ക്യാമ്പസ് 1 തന്നെയാണ്. ഇവിടുത്തെ സ്പോർട്സ് ആക്ടിവിറ്റീസ് കാണാനായിട്ട് സാധിക്കും. ഞാൻ രാവിലെ വന്ന സമയം തൊട്ട് ഇപ്പോൾ വൈകുന്നേരം ഒരു 5:30 ആയി. ഈ സമയം വരെ ഇവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് പലത് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവരുടെ കുട്ടികളൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫെസ്റ്റിൻ്റെ ആ ഒരു ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്പോർട്സ് ആക്ടിവിറ്റീസും മാച്ചസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിയറസ്റ്റ് ആക്സസ് ആയിട്ടും കുറച്ച് അതർ ഫെസിലിറ്റീസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ചിക്കബനവരയിലാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. സോ നമ്മുടെ പല ട്രെയിനുകളും അവിടെ നിർത്തുന്നത് അറിയാനായിട്ട് സാധിക്കും. ഇനി അതല്ല, കേരളത്തിൽ നിന്ന് മറ്റു വരുന്നതാണെങ്കിൽ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തും. നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ അവൈലബിൾ ആണ്, ദാസരഹള്ളി മെട്രോ സ്റ്റേഷൻ. ആ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നും ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ മാത്രം ഡ്രൈവാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു മലയാളി സ്പോട്ട്സ്, ഒരു ഫുഡ് സ്പോട്ടുകളും അല്ലെങ്കിൽ മലയാളികളൊക്കെ താമസിക്കുന്നതായിട്ടുള്ള ഒരു വലിയൊരു സ്ഥലം ഈ കോളേജിൻ്റെ ഈ ക്യാമ്പസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് AGBL ലേഔട്ട് എന്ന് പറയും. ഈ ലേഔട്ടിൽ നിരവധി മല്ലു ഫുഡ് സ്പോട്ടുകൾ, നിരവധി നമ്മുടെ നാടൻ ഊണ് തൊട്ട് അങ്ങനെയുള്ള നിരവധി ഭക്ഷണങ്ങൾ കിട്ടുന്ന നിരവധി സ്പോട്ടുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ ഒരു കാലത്ത് ഏറ്റവും ആദ്യ സമയത്ത് ബാംഗ്ലൂരിൽ മലയാളീസ് വന്ന് ഫാമിലി ആയിട്ട് റിസൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു സ്ഥലവും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഒരു ഭാഗങ്ങളിൽ തന്നെയാണ് ഇത് തുടങ്ങിയത്. സോ മലയാളീസിൻ്റെ ഒരു നല്ലൊരു പ്രസൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണിക്കും. സോ ഇറ്റ്സ് ബെറ്റർ, ലൈക്ക് നിങ്ങളൊരു അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ, ഇനി ഞാൻ അതിലേക്ക് വരെ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി ആയിക്കോട്ടെ, നിങ്ങളൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇനി അതല്ല ഒരു പേരൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തൊട്ടേ അവസാനം വരെ നിങ്ങൾക്ക് കാണിക്കുകയുണ്ടായി. സോ നിങ്ങൾ അത് മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ക്യാമ്പസ് വിസിറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് വിസിറ്റ് ചെയ്യാനുള്ള എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടുകളും നമ്മൾ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് വിസിറ്റ് ചെയ്യാം, ക്യാമ്പസിലേക്ക് വരാം. ഇനി അത് മാത്രമല്ല, നമ്മുടെ സ്വന്തം ടീം ജേണക്സിൻ്റെ ജേണക്സിൻ്റെ ടീം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എന്ത് കാര്യത്തിനും അസിസ്റ്റൻസിന് നമ്മളുടെ ടീം ഉണ്ടായിരിക്കും. സോ നിരവധി കോളേജുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഒരു 100 കോളേജ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ എഡ്യു ജേണി വിത്ത് ജേണക്സ് ഈസ് റോളിംഗ് ആൻഡ് ബൈ ഫ്രം RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ.